ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇനി നമ്മൾ വന്നിട്ടുള്ളത് ചിക്കൻ കപ്സയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഒരു വലിപ്പമുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 1 കിലോ ചിക്കനാണ് കേട്ടോ. ഇതിലേക്ക് 3 ടേബിൾ സ്പൂണ് അറബിക് മസാലയും പിന്നെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു ഹാഫ് നാരങ്ങയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇത് നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 2 ബേ ലീഫും 1 ടീസ്പൂണ് കുരുമുളകും പിന്നെ അതുപോലെ 5 ഗ്രാമ്പും പിന്നെ 6 ഏലക്കയും പിന്നെ ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകവും പിന്നെ ഒരു ഉണക്ക നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്യണം. ഇത് നന്നായിട്ട് റോസ്റ്റായി വന്നാൽ അതിലേക്ക് 2 വലിയ സവാള സ്ലൈസ് ചെയ്തതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വഴറ്റുക. സവാള ഇപ്പം നന്നായിട്ട് തന്നെ വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വീതം ഇഞ്ചി പേസ്റ്റും 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റുക. ഇതിലേക്ക് നമുക്ക് 3 തക്കാളി മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതാണ്, അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ തക്കാളി നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിലേക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മറിച്ചിട്ടൊക്കെ കൊടുക്കണം. അപ്പോൾ അത് മൂടി വെക്കേണ്ട ആവശ്യമില്ല, നമ്മളിനി ഇത് വെള്ളത്തിൽ കിടന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മസാലയിൽ ചിക്കൻ നന്നായിട്ടൊന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന അളവിലാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് മൂടി വെച്ച് ചിക്കൻ വേവിച്ചെടുക്കണം. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്, ചിക്കനൊക്കെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ചിക്കൻ മാറ്റി വെക്കണം. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 കിലോ അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഞാനിതിലേക്ക് ഒരു കൈപ്പിടി ക്യാപ്സിക്കം കട്ട് ചെയ്തതും പിന്നെ അതുപോലെ ക്യാരറ്റ് കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ വേവിച്ച ചിക്കനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂണ് അറബിക് മസാലയും 1 ടീസ്പൂണ് മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആദ്യം ആ പൊടികളൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് ചിക്കൻ്റെ മേത്ത് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ റൈസ് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കറക്റ്റായിട്ട് വെന്ത് വരില്ല. ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കും. ഇനി നമ്മൾ തേച്ച് വെച്ചിട്ടുള്ള ചിക്കന് 2 ടേബിൾ സ്പൂണ് ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കട്ടോ. നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ വെച്ച് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് മൂടി വെക്കണം. ഇപ്പോൾ കപ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.